സംസ്ഥാനത്ത് അടുത്ത 5 ദിവസത്തേക്ക് മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മുതൽ മെയ് 23 വരെ മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുന്നുണ്ട്. ശ്രീനന്ദ, മഴ മുന്നറിയിപ്പ് എങ്ങനെയാണ് മറ്റു ജില്ലകളിലും? വിഷ്ണു, അടുത്ത വരും മണിക്കൂറുകളിലെല്ലാം തന്നെ അതിശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഇപ്പോൾ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം ഇനിയുള്ള വരും മണിക്കൂറുകളിൽ എന്തായിരിക്കും കാലാവസ്ഥ എന്ന് പ്രവചനാതീതമാണ്. അതുകൊണ്ട് തന്നെ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിനുള്ള സാധ്യതകളും അതുപോലെ തന്നെ കടൽക്കയറ്റത്തിനുള്ള സാധ്യതകളും തള്ളിക്കളയാനാകില്ല എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ യെല്ലോ അലർട്ടാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്നാൽ വരും മണിക്കൂറിൽ അത് ഓറഞ്ച് അലർട്ട് ആകാനുള്ള സാധ്യതകൾ ഉണ്ടെന്നും പറയുന്നുണ്ട്. ജാഗ്രതാ നിർദ്ദേശങ്ങളെല്ലാം തന്നെ കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സമുദ്ര ഗവേഷണ പഠന കേന്ദ്രവും മത്സ്യത്തൊഴിലാളികളോട് കടലിൽ പോകരുതെന്നും അതുപോലെ തന്നെ അവർ പോയി കഴിഞ്ഞാൽ വേണ്ട മുൻകരുതലുകളെല്ലാം തന്നെ എടുക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. മത്സ്യബന്ധനത്തിന് പോകുന്നത് വരും മണിക്കൂറിൽ ഒരു 3 മണിക്കൂറിലത്തേക്ക് പോകരുതെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഇപ്പോൾ ഒരു തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ കൂടി മഴ പെയ്യാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ വൻ നാശനഷ്ടങ്ങൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. മഴ മൂലമുണ്ടായ മഴക്കെടുതികളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെ തിരുവനന്തപുരത്തും കഴിഞ്ഞ ദിവസം രാത്രി പെയ്ത മഴയിൽ നിരവധി നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. വിവിധ സ്ഥലങ്ങളിൽ റോഡിൽ വെള്ളം കയറുന്ന ഒരു അവസ്ഥയുണ്ടായി. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളാണ് മഴയോടുകൂടി, കാലവർഷം നേരത്തെ എത്തുന്നതോടുകൂടി ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. കാലവർഷം എത്താൻ ഇനി കുറച്ചുകൂടി ഒരു മാസം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ കാലവർഷം നേരത്തെ എത്തുന്ന ഒരു അവസ്ഥയാണ്. ഈ വരുന്ന ഒരു 5 ദിവസത്തേക്ക് അതിശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം എന്ന് പറയുന്നത്. വിഷ്ണു, ശരി, ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്.